അമ്മ വിശക്കുന്നു. നീ പോയി കുളിച്ചിട്ട് വാ, എന്നിട്ട് കഴിക്കാം. ഞാൻ രാവിലെ തൊട്ട് ഒന്നും കഴിച്ചിട്ടില്ല. ഓഫീസിൽ നല്ല പണി ഉണ്ടായിരുന്നു. എല്ലാം കഴിക്കട്ടെ. നല്ല വിശപ്പ്. എന്താ പറ്റി ആകെ വിഷമിച്ചിരിക്കണേ? സുരേഷന്റെ പൈസ കൊടുത്തില്ലേ? കൊടുത്തല്ലോ. പിന്നെന്ത് പറ്റി? ഒന്നുമില്ല. എന്താ കാര്യം പറയാ? മോളെ, നമ്മുടെ ആ ബ്രോക്കർ ഒരു പുതിയ ആലോചനയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതാണോ? എടി, നിനക്ക് എന്താണ് ഇത് പറയുമ്പോ മാത്രം ഇത്ര ബുദ്ധിമുട്ട്? നിന്റെ നല്ലതിന് വേണ്ടിട്ടല്ലേ ഞാൻ ഇതൊക്കെ പറയുന്നേ? എന്റെ അമ്മ, ഞാനൊരു 10,000 വട്ടം പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഉടനെ ഒരു കല്യാണത്തിന് താല്പര്യം ഇല്ലാന്ന്. അമ്മയ്ക്ക് എന്താണ് ഇതിന് മാത്രം എത്ര വാശി? മോളെ, നിന്റെ 8ാമത്തെ വയസ്സിലാണ് നിന്റെ അച്ഛൻ മരിക്കുന്നത്. അന്നു തൊട്ട് ഇന്ന് വരെ നിന്നെ എത്ര കഷ്ടപ്പെട്ടാ ഞാൻ വളർത്തിയെന്നുള്ളത് നിനക്കറിയാലോ. ഒരാളും, ഈ കാണുന്ന സ്വന്തക്കാർ പോലും നമ്മളെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇപ്പൊ എനിക്ക് പ്രായമായിക്കൊണ്ടിരിക്കാം. എനിക്ക് നിന്റെ കാര്യത്തിൽ നല്ല പേടിയുണ്ട്. നിന്റെ കല്യാണം, അത് മാത്രമേ ഇപ്പൊ എന്റെ മുന്നിലുള്ളൂ. അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ ഈ വീട്ടിലെ സ്ഥിതി. ഇപ്പൊ എന്റെ കല്യാണം കൂടെ നടത്താൻ എവിടെ അതിന് മാത്രം ഇവിടെ കാശ്? എടി, അത്ര വലുതായിട്ടൊന്നും നടത്തണ്ട. പിന്നെ എന്റെ പേരിൽ കുറച്ച് സ്ഥലമില്ലേ, അത് നമുക്കങ്ങ് കൊടുക്കാം. ഞാൻ പോവാ. എനിക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? നിനക്ക് എന്താ ഇത് പറയുമ്പോ മാത്രം ഇത്ര ബുദ്ധിമുട്ട്? നിനക്ക് വേറെ ആരെങ്കിലും ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? നീ ആ ഓഫീസിലെ ആ പയ്യനില്ലേ, എന്താ അവന്റെ പേര്, സുമനോ, അവനായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ നടത്തി തരത്തില്ല കേട്ടോ. നിർത്തുന്നുണ്ടോ അമ്മയുടെ വർത്താനം? നീ ഇങ്ങോട്ടാ നിന്റെ ഈ പോക്ക്? തനിഷ്ടത്തിന് അങ്ങ് നടക്കാന്നാ? ഞാൻ ഒറ്റയ്ക്കായ പോലെ ഒറ്റയ്ക്ക് ജീവിക്കാനാണോ നിന്റെ ഉദ്ദേശം? അമ്മ ഒറ്റയ്ക്കായിരുന്നില്ലേ? അച്ഛൻ മരിച്ചിട്ട് അമ്മയത്തെ കല്യാണം കഴിക്കാഞ്ഞേ? അതുപോലെ തന്നെ ഞാനും ജീവിച്ചോളാം. എനിക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ച് ആ ഒറ്റപ്പെടൽ എനിക്ക് അറിയാവുന്നോണ്ടാ എന്റെ മോൾക്ക് ആ ഒറ്റപ്പെടൽ ഉണ്ടാവരുതെന്ന് കരുതി അമ്മ പറയുന്നേ. എനിക്കറിയാം അതിന്റെ വേദന. അല്ല, നീയോ? നീ എന്താ പറയാതെ? ഞാനേ വരുന്ന വഴിക്ക് വണ്ടി പഞ്ചറായി. അപ്പൊ പിന്നെ പഞ്ചറോടെ കൊടുത്തു. പിന്നെ പോസ്റ്റ് അടിക്കുന്ന വെച്ചിട്ട് ഇങ്ങോട്ട് വരാൻ വെച്ചു. പിന്നെ ഇങ്ങോട്ട് വരാൻ മെയിലൊന്നും ആവശ്യമില്ലല്ലോ. അമ്മയില് അമ്മ. സുമൻ. ആ, മോനോ? നിങ്ങളിരിക്കെ, ഞാൻ ചായ എടുക്കാം. അമ്മയ്ക്ക് എന്തോ ഒരു വയ്യാത്ത പോലെ. ഇനിയിപ്പോ ഞാൻ ഒന്നും ഇഷ്ടപ്പെട്ടില്ലേ? ഞാനും അമ്മയും തമ്മിൽ ഉടക്കില്ല. അതിന്റെ 2 ദിവസം കഴിഞ്ഞാൽ മാറിക്കോളും. എന്റെ അമ്മയല്ലേ. പിന്നെ നീ എന്താ എഴുതി വിളിച്ചിട്ട് ഫോൺ എടുക്കാത്ത? നീ എന്തോ കൊണ്ട് തയ്ക്കാൻ കൊടുത്തിട്ട് വാങ്ങാൻ ചെന്നില്ല എന്ന് പറഞ്ഞു. അല്ല, ഞാൻ പോയിട്ട് പോവാം. എടി ചെല്ല, ആ കൊച്ചിന് 3 മണിക്ക് എങ്ങോട്ട് പോകണം. പോ, ചെല്ല്. കുഴപ്പമില്ല. മോൻ ചായ. ഞാനവളെ മനഃപൂർവ്വം പറഞ്ഞു വിട്ടതാ. എനിക്ക് മോനോടൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. എന്താ? അത് പിന്നെ ഞാൻ ചോദിക്കുന്നോണ്ട് മോനൊന്നും തോന്നരുത്. ഇല്ല. മോൻ്റെ ഓഫീസിലോ അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും ആയിട്ടോ അവൾക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോയെന്ന് അറിയാനായിരുന്നു. വേറെ ഒന്നും ഉണ്ടല്ല, ഞാൻ അവളുടെ അടുത്ത് എന്ന് കല്യാണ കാര്യം പറഞ്ഞാലും ഞങ്ങൾ പിന്നെ 2 ദിവസത്തേക്ക് വഴക്കാം. എന്താണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഇനിയിപ്പം മോനായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലും അമ്മേനോട് അതൊന്നും തുറന്നു പറഞ്ഞു. അമ്മയ്ക്ക് കുഴപ്പമില്ല, അവളുടെ കല്യാണം ഒന്നും നടന്നു കണ്ടാൽ മതി. ഇല്ല അമ്മ, ഞങ്ങൾ തമ്മിൽ അങ്ങനെയൊന്നുമില്ല. അങ്ങനെയാണ് ഞങ്ങൾക്ക് എന്നായിരുന്നു. ഞങ്ങൾ നല്ല ഫ്രണ്ട്സാണ്. പിന്നെ അവള് കല്യാണം കഴിക്കാത്തതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അമ്മയാണ്. ഞാനോ? അമ്മയ്ക്ക് ഇപ്പോൾ അവളെ മനസ്സിലായില്ല അല്ലേ? അവള് കല്യാണം കഴിച്ച് പോയി കഴിഞ്ഞാൽ അമ്മയോട് ഒറ്റയ്ക്കാവും. അമ്മേനെ ആരും നോക്കാനുള്ളത്. ഇനിയിപ്പോൾ വരുന്ന ആൾ അമ്മേനെ അമ്മയെ പോലെ കാണുമോ? അതുകൊണ്ടൊക്കെയാണ് അവൾ കല്യാണം കഴിക്കാതിരിക്കുന്നത്. അല്ലാതെ ഞങ്ങൾ തമ്മിൽ അങ്ങനെ റിലേഷനൊന്നുമില്ല. അവൾക്ക് ഓഫീസിൽ അറിയില്ല. ഹലോ ചേട്ടാ, വണ്ടി റെഡി ആയിട്ടുണ്ട്. ഇന്ന് വന്ന് എടുക്കുന്നോ? ആ ശരി, ഞാൻ ഇപ്പോൾ വരാം ചേട്ടാ. ശരി. വണ്ടി ഒന്നാക്കിന്ന് പറഞ്ഞു. ഞാൻ ഒന്ന് ഇറങ്ങട്ടെ അമ്മേ? അവളോട് പറഞ്ഞാൽ മതി. മോനോട് ഞാൻ സംസാരിച്ചു എന്ന് അവളറിയാം. ഇല്ല, ഞാൻ പറയില്ല. പോട്ടെ. മോളെ, ഈ പയ്യൻ എങ്ങനെയുണ്ടെന്ന് നോക്കി. അമ്മ ഇത് വിടമ്മ, ഇതുവരെ കഴിഞ്ഞില്ലേ. എനിക്ക് ഉടനെ കല്യാണമൊന്നും വേണ്ട. അതെന്താ? എനിക്കങ്ങനെ പല റീസൺസ് ഉണ്ടാവും. അതൊക്കെ അമ്മയോട് പറയാൻ പറ്റുമോ? ഞാൻ ഒറ്റയ്ക്കാവുന്ന ഓർത്തിട്ടാണോ? അങ്ങനെയാണ് എൻ്റെ മുകളിൽ ടെൻഷൻ അടിക്കണ്ട. എനിക്ക് നിന്നെ നല്ലോണം അറിയാലോ. ഈ അമ്മേനെ കൂടി നല്ലോണം നോക്കുന്ന ഒരാളെ എൻ്റെ മുകളിൽ കല്യാണം കഴിക്കുള്ളൂ എന്ന്. മാത്രമല്ല, നീ കല്യാണം കഴിച്ചാൽ ഞാനെങ്ങനെ ഒറ്റയ്ക്കാവുന്നേ? എനിക്ക് നല്ലൊരു മോനെ കൂടിയല്ലേ കിട്ടുന്നേ.
ഇനിയിപ്പോൾ ആ പയ്യന് ഈ വീട്ടിലെ സൗകര്യങ്ങളൊന്നും ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു വീടെടുത്ത് മാറാം. അമ്മയ്ക്ക് എന്തിനും സമ്മതം. നീ ഇപ്പം തന്നെ കല്യാണം കഴിക്കണമെന്നോ ഈ വീട്ടിൽ നിന്ന് പോകണമെന്നോ അങ്ങനെയൊന്നും അല്ല അമ്മ പറയുന്നത്. നമുക്കിപ്പോൾ തൊട്ട് നോക്കി തുടങ്ങാം. നല്ലത് വരുമ്പോൾ നടത്തിയാൽ മതി. അല്ലാതെ മോൾ ഒരിക്കലും കല്യാണം കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അമ്മയ്ക്ക് വിഷമം. മോളൊന്ന് ഇരുന്ന് ആലോചിച്ച് നോക്കിയേ. ഇങ്ങനെ പിണങ്ങിയിരിക്കാതെ നമുക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം.